ആശയക്കുഴപ്പം അല്ലെങ്കിൽ കൺഫ്യൂഷൻ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, കൊണ്ടുചെന്നെത്തിക്കുന്ന ദുരിതങ്ങൾ, പ്രതിസന്ധികൾ ചില്ലറയല്ല. പലപ്പോഴും നമ്മൾ ആശയക്കുഴപ്പമെന്ന് പറയുമ്പോൾ, കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കും. എന്നാൽ അങ്ങനെയല്ല. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അത് ചെയ്യണോ? അങ്ങനെ വേണോ? അങ്ങോട്ട് പോകണോ? അവിടെയാണോ ഞാൻ പോകേണ്ടത്? അതാണോ ഞാൻ ചെയ്യേണ്ടത്? ഇങ്ങനെ ചിന്തിച്ചു വശായി എടുത്ത തീരുമാനം പലപ്പോഴും വലിയ തെറ്റിലേക്ക് ചെന്നെത്തിച്ചില്ലേ? അല്ലേ? ആ രാജ്യത്തെത്തിയത്, ആ ജോലി സ്വീകരിച്ചത് ശരിയായിട്ടുള്ളതുണ്ടായിരുന്നു. പക്ഷേ ഈ കൺഫ്യൂഷൻ ഇടയിൽ ചിന്തിച്ച് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോലും പറ്റിയില്ല. അല്ലേ സഹോദരി? വിവാഹത്തെക്കുറിച്ച് ഇനി അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ബ്രദർ, അങ്ങനെയല്ലേ? മക്കളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച് ഈ ആശയക്കുഴപ്പം അത് പിശാചുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെ കൺഫ്യൂഷനാക്കി കാര്യം സാധിക്കുവാനുള്ള പിശാചിൻ്റെ തന്ത്രം. അപ്പോൾ അவ்விധത്തിലുള്ള കൺഫ്യൂഷൻ ഇന്ന് തീരും. ഇനി കൺഫ്യൂഷനെ തുടർന്ന് നിങ്ങൾ ചെന്നെത്തിയ ആ ദുരന്തത്തിൽ നിന്ന് ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾ കയറും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം യോനയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, ഒരു പ്രാർത്ഥന കൂടുതൽ വാക്യത്തിൽ നിന്ന് വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. നോക്കൂ, യോനയുടെ പുസ്തകം നിങ്ങൾക്കേറെ സുപരിചിതമായ വിശുദ്ധ വേദ പുസ്തകത്തിലെ ഒരു പുസ്തകമാണ്. മനോഹരമായൊരു ചെറുകഥ പോലെ നിങ്ങൾക്ക് വായിച്ചിരിക്കുവാൻ കഴിയും. വായിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ, എന്നെക്കാൾ അറിയുന്നവരുമാണ്. ഒത്തിരി പ്രസംഗങ്ങളും ഒത്തിരി ദൈവിക ആലോചനകളും കേട്ടിട്ടുള്ളവരും. എന്നാൽ ഇന്നൊന്നുകൂടെ ഈ പുസ്തകം നിങ്ങൾ എനിക്ക് വേണ്ടി അല്ല, നമുക്ക് വേണ്ടി ദൈവത്തിന് നിങ്ങളോട് പറയുവാനുള്ളത് വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടി വായിച്ച് നോക്കുക. ഒരു പ്രാർത്ഥന ഉയരുകയാണ് ഒരു കൺഫ്യൂഷനെ തുടർന്ന്. പ്രഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ഒരു സഹോദരി താൻ ദീർഘനാളുകളായി കാത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന അഭ്യസ്ത വിദ്യരായ പലരെയും പോലെ ഒരു ജോലിക്ക് വേണ്ടി, ചെറുതാണെങ്കിലും ഒരു സർക്കാർ ജോലി തന്നെ വേണം എന്നതാണ് പുള്ളിക്കാരിയുടെ ആഗ്രഹം. നിങ്ങളെപ്പോലെ തന്നെ അവിധത്തിൽ സ്ഥിര വരുമാനമുള്ള ഒരു ജോലിക്കായി ആഗ്രഹിച്ചായിരിക്കുന്ന ചിലരോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു: സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക്, തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വങ്ങളില്ലാതെ ഉറപ്പോടെ നാളെയും ജോലിയുണ്ട്, അടുത്ത മാസവും ശമ്പളം കിട്ടുമെന്ന ഉറപ്പുള്ള ജോലിയിലേക്ക് കർത്താവ് നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ പോകുക. അതേ സഹോദരി, മക്കളെ കേൾക്ക്, നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതിയായി. താങ്ക് യു. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്ഥിര വരുമാനമുള്ള ജോലി നൽകി. ആമേൻ. അപ്പോൾ ആ സഹോദരി അങ്ങനെ ഒത്തിരി ടെസ്റ്റുകൾ എഴുതി ആയിരിക്കുന്നു. ഒരുപാട് നാളുകൾ ടെസ്റ്റുകൾ എഴുതി കാത്തിരിക്കുവാൻ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും പിന്നിലുള്ളതുപോലെ ഒരു കാരണമുണ്ട്: വാഗ്ദത്തം. അതെ, ആ സഹോദരിയോടും കർത്താവ് പറഞ്ഞു, ഞങ്ങളിലൂടെ തന്നെ തുടക്ക സമയങ്ങളിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സഹോദരിയാണ്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. കർത്താവ് നിനക്ക് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി തരും, നീ ആഗ്രഹിക്കുന്നത് പോലെ. ആ വാഗ്ദത്തത്തെ പിന്തുടർന്നാണ് ഒത്തിരി ടെസ്റ്റുകൾ എഴുതി ആ സഹോദരി ആയിരിക്കുന്നത്. എന്നാൽ കാലം കുറെ കഴിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യമായി. വാഗ്ദത്തം ഇനി എന്നിൽ വെളിപ്പെടുമോ, നിറവേറുമോ എന്നൊരു സംശയമുണ്ടായി. പലപ്പോഴും നമ്മളങ്ങനെ കാലം കഴിയുമ്പോൾ, സാഹചര്യം മാറുമ്പോൾ വാഗ്ദത്തം നമ്മിൽ നിറവേറുമോ എന്നൊരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ഉള്ളിലുണ്ട്. അല്ലേ സഹോദരി? ഇനി നടക്കുമോ പാസ്റ്ററെ? ഇനി എനിക്കൊരു ഉദരഫലം ജനിക്കുമോ? ഇനിയൊരു കുഞ്ഞിനെ കിട്ടുമോ? ആദ്യമൊന്നും ഈ സംശയമില്ലായിരുന്നല്ലോ. കർത്താവ് പറഞ്ഞതുപോലെ വാഗ്ദത്തത്തിൻ്റെ പിന്നാലെ ആയിരുന്നേ നീ. അബ്രഹാമിനോട് ചോദിക്കുക, അബ്രഹാമേ ഒരുപാടായില്ലേ? ഒന്നാമതേ നീ തുടങ്ങിയത് 75-ലാണ്, ഇപ്പോൾ 99 ആയില്ലേ? ഇനി വല്ല സാധ്യതയുമുണ്ടോ? നോക്കൂ, ദൈവം പറയും, അബ്രഹാമിന് സാറയിൽ ദൈവം തലമുറയെ നൽകി. തൻ്റെ 99-ാമത്തെ വയസ്സിൽ നിർജീവമായ സാറയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഇത് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. യെസ്, നീ ട്രീറ്റ്മെൻറ്റിലാണ്. മതവിന്ദിൻ്റെ മകളെക്കുറിച്ചാണ്. അവളുടെ ഗർഭപാത്രത്തിലെ ചില ബുദ്ധിമുട്ടുകൾ ഗർഭധാരണത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ സാറയുടെ നിർജീവമായ ഗർഭപാത്രത്തിൽ അബ്രഹാമിൻ്റെ തലമുറയെ ജനിപ്പിച്ച ദൈവം നിൻ്റെ തലമുറയുടെ ഉദരത്തിൽ, സഹോദരി, നിൻ്റെ ഉദരത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ.
75 അബ്രഹാമിന് നല്ല വിശ്വാസമായിരുന്നു. പക്ഷെ 99 നമ്മെപ്പോലെ അബ്രഹാം വാഗ്ദത്തം മറന്നുപോയോ, മറന്നു കളഞ്ഞോ? നോ. അബ്രഹാമിനറിയാം, സാറയിൽ എനിക്ക് തലമുറകൾ ഉണ്ടാകുന്നത് എൻ്റെ കഴിവ് കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ല, എന്നെ വിളിച്ച എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ. അതെ, നീ കേട്ട വാഗ്ദത്തം നിന്നിൽ നിറവേറുന്നത് നിൻ്റെ കഴിവ് കൊണ്ടല്ല, സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായി തീരുന്നത് കൊണ്ടല്ല, പലരും നിനക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടല്ല, എൻ്റെ ദൈവം ശക്തനായി നിനക്കൊപ്പം ഉള്ളതുകൊണ്ട്. അതെ, നീ കേട്ട വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും നിവർത്തിയാകാതിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതെ, ആ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകുക. ഓ ഷബറി ധലമാക്ഷകനെ. അപ്പോൾ ആ സഹോദരി ചോർന്നുപോയി, ഒത്തിരിയായി കാത്തിരിക്കുന്നു. ഇനിയും ഇങ്ങനെ കാത്തിരുന്നത് കൊണ്ട് അർത്ഥമില്ല എന്ന് കരുതി തനിക്ക് ലഭിച്ചൊരു ചാൻസ്, ഒരാശയക്കുഴപ്പത്തെ തുടർന്ന് കൺഫ്യൂഷൻ. ഇനി നടക്കുമോ, ഇനി കിട്ടുമോ, ഇനി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ? അവസാനം ആ സഹോദരി തീരുമാനിച്ചു, ഇല്ല, വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ആ സഹോദരി ഒരു ഹൗസ് മെയ്ഡായിട്ട് വിദേശത്തേക്ക്, ഗൾഫ് രാജ്യത്തിലേക്ക് കടന്നുപോയി. ഒരു ഏജൻറ്റിൻ്റെ കീഴിൽ പൈസ ഒന്നും ചിലവഴിക്കാതെ തന്നെ അവർ കൊണ്ടുപോയി. അങ്ങനെ 2-3 മാസം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. ഹൗസ് മെയ്ഡായിട്ട് മാമ കെയറിനാണ് ആ സിസ്റ്റർ കടന്നുപോയത്. അവിടെ അനുഭവിക്കുന്ന കഷ്ടം അറിയാമല്ലോ. ആ കഷ്ടതയുടെ മധ്യത്തിലും ആ സഹോദരി നിലവിളിച്ചു കൊണ്ടേയിരുന്നു. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവൻ നാട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ ചെല്ലുന്നു, മോളെ പെട്ടെന്ന് പോന്നോ, നിനക്ക് ജോലിയായിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിട്ടുണ്ട്. നിങ്ങൾ കേൾക്കണമേ. ആ സഹോദരി വളരെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ, നമ്മൾ കാത്തിരുന്നത് കർത്താവ് ആ കരങ്ങളിൽ തന്നിരിക്കുന്നു. ഞാൻ വരുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ പ്രാർത്ഥിച്ച് ജോലിക്കായിട്ട് അയക്കണം. സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ സഹോദരി വിളിച്ചു, കണ്ണുനീരോടെ പറയുന്നു, പാസ്റ്റർ, ഞാൻ ഏജൻസിയിൽ വിളിച്ചപ്പോൾ അവർ പറയുന്നു അവരെനിക്ക് പാസ്പോർട്ട് തരത്തില്ല. 2 വർഷം എങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ പാസ്പോർട്ട് തരത്തുള്ളൂ, അല്ലെങ്കിൽ അവർ 3 ലക്ഷം രൂപ എന്നോട് ആവശ്യപ്പെടുന്നു. 3 ലക്ഷം രൂപ പോയിട്ട് 30 രൂപ പോലും എൻ്റെ വീട്ടുകാർക്ക് എനിക്ക് വേണ്ടി മുടക്കുവാൻ കഴിയത്തില്ല. ആ സഹോദരിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ. കയ്യിൽ കിട്ടിയ ആ ജോലി അത് നഷ്ടപ്പെട്ടു പോയി. പിശാചിൻ്റെ തന്ത്രം വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കാതെ അവളെ ഓടിച്ചു. ഫലമെന്താണ്? കൺമുമ്പിൽ അത് നഷ്ടപ്പെട്ട അവസ്ഥ. അങ്ങനെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. കൺഫ്യൂഷനാക്കി, അത് ചെയ്യണോ, അങ്ങനെ പോകണോ, സ്തോത്രം, എടുക്കേണ്ട തീരുമാനങ്ങൾ ശരിയായി എടുക്കുവാൻ കഴിയാതെ, വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ അങ്ങ് പോവുകയാണ്. അങ്ങനെ പറഞ്ഞ ചില വാക്കുകൾ നിൻ്റെ കുടുംബജീവിതത്തിനകത്ത് സംഭവിച്ച അതാ അല്ലേ സഹോദരി? ആ കുടുംബജീവിതം നിനക്ക് ദൈവം തന്ന വാഗ്ദത്തമാണെന്ന് ചിന്തിക്കുവാൻ, ഓർക്കുവാൻ കഴിയാതെ പറഞ്ഞ ചില വാക്കുകൾ ഇന്ന് നിൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് നീ അനുഭവിക്കുന്ന കണ്ണുനീരിന് കാരണമായിരിക്കുന്നു. ആണേ, സങ്കടമല്ലേ? ഇനി എങ്ങനെ, ഇതിന് എന്ത് പരിഹാരമാണുള്ളത്? ആ പരിഹാരമായി യോനയോട് ചോദിക്കുക. യോന പറയും, ആമേൻ, എനിക്ക് ഭയങ്കരമായ ആശയക്കുഴപ്പം ഒരിക്കലുണ്ടായി. എന്താണ് ആശയക്കുഴപ്പം? ദൈവം യോനയോട് അരുളി ചെയ്തു. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് അങ്ങനെയാണ്. യോനെ, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു, നിനവയിലേക്ക് പോയി നീ എൻ്റെ നാമത്തെ ഉയർത്തുക, അല്ലെങ്കിൽ അവിടെ പോയി ശുശ്രൂഷിക്കുക. യോന കേട്ടു. നമ്മളെപ്പോലെ സന്തോഷത്തോടെ ആ വാഗ്ദത്തം ഏറ്റെടുത്തു, ദൂതേറ്റെടുത്തു. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും, ഇത് വാഗ്ദത്തമാണ്. ആ കാലഘട്ടത്തിൽ അമിത്തായിയുടെ, ഒരു സാധാരണ ഇടയൻ്റെ മകന് കേൾക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ്. ഇസ്രായേലിലെ പ്രവാചകനായി മാറുവാൻ പോകുന്നു. അത് കേട്ട് യെസ് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം കൺഫ്യൂഷനാകാൻ തുടങ്ങി. അല്ലേ സിസ്റ്റർ, ബ്രദർ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടി കർത്താവ് വിളിച്ചതാ. ആമേൻ. ചുമ്മാ നിന്നിലുള്ള എന്തെങ്കിലും എടുത്തിട്ടല്ല, നിന്നെ പലതുമാക്കി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമെന്ന ദൈവത്തിൻ്റെ പദ്ധതി, ആ പദ്ധതിയിലേക്ക് വിളിച്ചതാണ്. പക്ഷേ കൺഫ്യൂഷൻ. യോനയ്ക്ക് പല പല കൺഫ്യൂഷനാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയ നിലവേ നിവാസികൾ ഞാൻ പറയുന്നത് കേൾക്കുമോ? അതൊരു കൺഫ്യൂഷൻ. അവർ വലിയ ടീമാണ്, കുന്നിൻ മണ്ടയിൽ താമസിക്കുന്ന കൊള്ളക്കാരന്മാരാ. ഇപ്പം അങ്ങോട്ട് പോയാൽ വേണമെങ്കിൽ ഓട്ടിച്ചിട്ടടിക്കും. അപ്പോൾ സ്വാഭാവികം മാനുഷികമായിട്ട് ചിന്തിച്ചു. 2, അവർക്ക് സുവിശേഷത്തിൻ്റെ ആവശ്യമുണ്ടോ? പലപ്പോഴും പല സാഹചര്യങ്ങളിലും കർത്താവ് നമ്മെ കൊണ്ട് എത്തിക്കുന്നത് നമ്മിലൂടെ നമുക്ക് ചുറ്റുമുള്ള അനേകർ സുവിശേഷം കേൾക്കുവാൻ വേണ്ടിയാണ്. സഹോദര, ആ ജോലി സ്ഥലത്ത് നീ പ്രശ്നം അനുഭവിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്ന, കരയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നീ പ്രശ്നം അനുഭവിച്ച് തീർന്നു പോകാനല്ല, നിന്നിലൂടെ നിൻ്റെ അതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന അനേകർ സുവിശേഷം കേൾക്കുവാൻ വേണ്ടി. ഓ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ, സ്തോത്രം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ
ആശുപത്രിക്കകത്ത് രോഗികളായിരിക്കുന്നവരോട് സുവിശേഷം പറഞ്ഞിട്ടുള്ളത്, മീൻസ് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ RCCയിലൊക്കെ ഫുഡ് കൊടുക്കാൻ പോകുന്നതാണ്. ഫുഡ് കൊടുത്തിട്ട് അല്ല പറഞ്ഞിട്ടുള്ളത്. ട്രാക്റ്റുമായിട്ട് കാരക്കോണം പോലുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിൽ ട്രാക്റ്റ് കൊടുക്കാൻ പോയിട്ടുണ്ട്, അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ഞങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടുള്ളത് ശ്രീചിത്രയ്ക്കകത്താണ്. ഞങ്ങളുടെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ 6 മാസത്തിലൊരിക്കൽ റെഗുലർ ചെക്കപ്പിന് കടന്നു പോകുമ്പോൾ അവിടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സുവിശേഷം പറഞ്ഞിട്ടുള്ളത്. ആ സുവിശേഷം ശക്തിയോടെ പലരുടെയും ജീവിതത്തിൽ വിടുതലായി മാറുന്നത് കണ്ടിട്ടുള്ളത് അവിടെയാണ്. RCCക്കകത്ത് അമ്മയെ കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങൾ ഏറ്റവും അധികം സുവിശേഷം ശക്തിയോടെ പറഞ്ഞിട്ടുള്ളത്, വിടുതലായി മാറുന്നത് കണ്ടിട്ടുള്ളതും അവിടെയാണ്. ആമേൻ. അപ്പോൾ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾക്കൊപ്പം ഇരിക്കുവാൻ ഒത്തിരി പേർ തയ്യാറാകും. ഒരു രോഗിയായിരിക്കുമ്പോൾ, രോഗം വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബൈസ്റ്റാൻഡറായിരിക്കുമ്പോൾ അതേ അനുഭവത്തിലായിരിക്കുന്നവർ ഞങ്ങളുടെ അടുക്കലിരിക്കും. അവർ കേൾക്കുവാൻ തയ്യാറാകും. പ്രിയ സിസ്റ്റർ, നിന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി കടന്നു വന്നത് നിന്നിലൂടെ അനേകർ കർത്താവിനെ അറിയുവാൻ വേണ്ടിയാണ്. പ്രിയ ബ്രദർ, മക്കളെ കേൾക്ക്, നിങ്ങളിലൂടെ അനേകർ കർത്താവിനെ അറിയുവാൻ വേണ്ടി. അപ്പോൾ കൺഫ്യൂഷൻ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി അവരത് സ്വീകരിക്കുമോ? ഇനി ഞാൻ അവരുടെ അടുത്ത് പോയി സുവിശേഷം പറഞ്ഞ യഹൂദന്മാരെല്ലാം കൂടെ എന്നെ ഓടിച്ചിട്ട് തല്ലുമോ? ഇങ്ങനെ പല പല കൺഫ്യൂഷൻസ്. ഇതൊക്കെ വർക്കാവുമോ? ഞാൻ പോയി പറഞ്ഞിട്ട് അവിടെ വല്ല മാറ്റവും ഉണ്ടാകും. ഇങ്ങനെ പല പല കൺഫ്യൂഷൻസ്. എപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകും. മക്കളെ, നിങ്ങളോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ബ്രദർ, സിസ്റ്റർ, നിങ്ങളോട് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ആ വാഗ്ദത്തം നിറവേറ്റേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനാണ്. നീ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ മാത്രം മതി. എങ്ങനെയെന്നോ? പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ. അയ്യോ പാസ്റ്റർ പറ്റത്തില്ലല്ലോ. പറ്റുമെന്നേ. പ്രൈസർ ഫാമിലിക്കൊപ്പം നിനക്കതിന് അവസരമുണ്ട്. ചേർന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ചു നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അത് പ്രാപിക്കുവാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ യോന കൺഫ്യൂഷനായപ്പോൾ നിനവയിലേക്ക് പോകാൻ പറഞ്ഞ യോനയുടെ ദൈവം പറഞ്ഞ് നിനവയിലേക്ക് പോകാനാണ്. നേരെ തർശീശിലേക്ക് പോയി. വലിയ പ്രശ്നത്തിലായി. എപ്പോഴും വാഗ്ദത്തത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ വലിയ പ്രശ്നം നമ്മെ തേടി വരും, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകും. ഫലമെന്താണ്? മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ യോന എത്തിച്ചേർന്നു. നോക്കൂ, പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മഹാകഷ്ടത്തിലേക്കാണ് യോന പോയത്. ആ കഷ്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? എനിക്കോ നിങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ട് വന്നു, നമ്മുടെ പ്രിയപ്പെട്ടവരോട് അത് പങ്കുവയ്ക്കുമ്പോൾ അവർ അത് മനസ്സിലാക്കി ആശ്വസിപ്പിച്ചാൽ പകുതി പ്രശ്നം അപ്പം തന്നെ തീർന്നു, ഇല്ലേ? എന്തുകൊണ്ടാണ് പലർക്കും അത് ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നത്? പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന ഒത്തിരി പേർക്കറിയാം. പല സഹോദരിമാരും മദ്യപാനിയായ ഭർത്താക്കന്മാരെക്കുറിച്ച് സങ്കടം പറയുവാൻ വേണ്ടി വിജയം വിളിക്കാറുണ്ട്. അപ്പോഴൊക്കെ അവൾക്ക് ഈസിയായിട്ടത് കൈകാര്യം ചെയ്യുവാൻ കഴിയും. കാരണം അവളത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു മദ്യപാനിയുള്ള വീട്ടിലെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. രോഗങ്ങളുമായിട്ട് പലരും വിളിക്കാറുണ്ട്. പല നിലകളിലുള്ള ബലഹീനതകളുമായി, ബുദ്ധിമുട്ടുകളുമായി, കഷ്ടങ്ങളുമായി പ്രൈസർ ഫാമിലിയിലേക്ക് അനേകർ വിളിക്കാറുണ്ട്. നിങ്ങളോടൊക്കെ ധൈര്യമായി സംസാരിക്കുവാനും നിങ്ങളെ മുൻപോട്ട് നടത്തുവാനും ഞങ്ങളെ ശക്തരാക്കി തീർക്കുന്നത് നിങ്ങൾ വിളിച്ചു പറയുന്ന പല പ്രശ്നങ്ങളും നിങ്ങളെപ്പോലെയോ അതിലുപരിയായോ അനുഭവിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാം അതെങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മറ്റു പലർക്കും അതറിയത്തില്ല. ആമേൻ. അതറിയുവാനുള്ള അവസരം കർത്താവ് തന്നതിനെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ യോന പറയുകയാണ്, ഞാൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസമായിരുന്നു. ആർക്കെങ്കിലും മനസ്സിലാക്കുവാനായിട്ട് കഴിയുമോ? കാരണം ചരിത്രത്തിലോ വേദപുസ്തകത്തിലോ അതിനു മുമ്പോ പിമ്പോ ആരും മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസം കിടന്ന് തിരിച്ചു വന്നിട്ടില്ല. കിടന്ന ഒത്തിരി പേരുണ്ട്, പക്ഷേ തിരിച്ചു വന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, യോന മാത്രം. മഹാകഷ്ടമായി മാറുന്നത് അത് ആർക്കും മനസ്സിലാവത്തില്ല. സഹോദര, നിൻ്റെ കൺഫ്യൂഷൻ, നിൻ്റെ ആശയക്കുഴപ്പം, ദൈവവാക്ക് കേട്ട് ദൈവവഴിക്ക് പോകേണ്ട നീ തെറ്റിപ്പോയി. ഫലമോ? ആ ബിസിനസ്സിൽ തീരുമാനം തെറ്റിപ്പോയി. കുടുംബത്തിനകത്ത് മക്കളുടെ ജീവിതത്തിൽ മക്കളെ തീരുമാനം തെറ്റിപ്പോയി. ബ്രദർ, സിസ്റ്റർ, തീരുമാനം തെറ്റിപ്പോയി. സ്തോത്രം. അയ്യോ പാസ്റ്റർ, എന്തു ചെയ്യും? പ്രാർത്ഥിക്ക്. അതാ യോന പ്രാർത്ഥിച്ചു. ദൈവം അവനെ തിരികെ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുവന്നു. റെഡിയാണോ? തിരികെ വാഗ്ദത്തത്തിലേക്ക് വരുവാൻ, യോനയെ പോലെ പ്രാർത്ഥിക്കുവാൻ. യോന ഒറ്റയ്ക്ക മത്സ്യത്തിൻ്റെ വയറ്റിൽ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. ആമേൻ. ആ സഹോദരിയോട് ഞങ്ങൾ പറഞ്ഞു, സഹോദരി ധൈര്യമായിട്ടിരിക്കുക, ഇത് വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങ്, ഞങ്ങൾ നിനക്കൊപ്പം പ്രാർത്ഥിക്കാം. ആ സഹോദരി ഒരാഴ്ച പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവാസം ക്രമീകരിച്ച് ഒരാഴ്ച പ്രാർത്ഥിച്ചു. താൻ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട ദിവസത്തിന് 3 ദിവസം മുമ്പ് ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന അവസാനിപ്പിച്ച് ഒരുപാട് പ്രതീക്ഷയോടെയാണ് സഹോദരി ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്. ആ പ്രതീക്ഷിച്ചതൊന്നും കണ്ടില്ല. സങ്കടത്തിൽ തൻ്റെ മുറിക്കകത്തിരിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താൻ ജോലി ചെയ്യുന്ന വീട്ടിലെ കൊച്ചുമകൾ, താൻ നോക്കുന്ന ആ അമ്മയുടെ മകളുടെ മകൾ,
അങ്ങനെ ഇവരുടെ അടുക്കലേക്കൊന്നും വരത്തില്ല, കൂടുതലൊന്നും സംസാരിക്കത്തില്ല. കാരണം ഇവർക്കും ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ സഹോദരി ഇങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് ആ കുഞ്ഞ് ഇവളുടെ അടുക്കൽ വന്നു. ഇവൾ അറബ് ഭാഷ നല്ലതുപോലെ അറിയത്തില്ല. ഗൂഗിളിൻ്റെ സഹായത്തോടെ തന്നോട് ചോദിച്ചതുകൊണ്ട് അതിനി ഒരു പ്രശ്നമാകണ്ടല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. ആ കുഞ്ഞൊന്നും പറയാതെ അങ്ങ് കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഏജൻറ്റ് ഇവരുടെ വീട്ടിൽ, ഇവർ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ ഇവരുടെ പാസ്പോർട്ടുമായിട്ട് വന്നു. നിന്നെ റിലീസാക്കിയിരിക്കുന്നു, പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു. ആ വീട്ടിലെ ആ വന്ന മകളുടെ പിതാവ് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി ഇന്ന് കടന്നു വന്ന് ചെറുതെങ്കിലും സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയിൽ ആ സഹോദരി ആയിരിക്കുന്നു. കേൾക്ക്, കൺഫ്യൂഷനിലായി, ആശയക്കുഴപ്പത്തിലായി, അല്ലെങ്കിൽ പിശാച് ആശയക്കുഴപ്പത്തിലാക്കി നിന്നെ വാക്തത്തിൽ നിന്ന് ഓടിച്ച അനുഭവത്തിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുന്നു. കൺഫ്യൂഷൻ വേണ്ട. ദൈവം നിന്നോട് പറഞ്ഞതിന് പിന്നാലെ പോകുക. താങ്ക് യു ലോർഡ്. ദൈവം നിന്നോട് എന്താണോ പറഞ്ഞത് അത് നിവർത്തിക്കുവാൻ ദൈവം ശക്തൻ. പെട്ടുപോയോ? ആ വഴി തെറ്റിപ്പോയോ? ദൈവസേനയിൽ നിന്നെ തന്നെ സമർപ്പിക്ക്. പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവ് നിന്നെ തിരികെ കൊണ്ടുവരും. വാക്തത്വത്തിലേക്ക്, നീ സ്വപ്നം കണ്ട ആ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവ് നിന്നെ തിരികെ കൊണ്ടുവരും. അപ്പോൾ പ്രൈസ് ഫാമിലി പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് പോകുന്നുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഒരുമിച്ചതുപോലെ ദൈവവചനവുമായി മുൻപോട്ട് പോകുവാനുള്ള അവസരമുണ്ട്. പ്രവചന ദൂതുകളായും രാവിലെ ലൈവിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും. പ്രൈസ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് ലൈവിൽ ഞങ്ങൾക്കൊപ്പമായിരുന്നു ശുശ്രൂഷ അനുഭവിക്കുവാനുള്ള അവസരമുണ്ട്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസ് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ കടന്നു വരിക. നിങ്ങൾക്കത് വളരെ ബ്ലെസ്സിങ് ആയിരിക്കും. എന്താ കണ്ടടച്ചോ? വിശ്വസ്ത കർത്താവെ നല്ലതും ഈശ്വരത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പലവിധമാകുന്ന ആശയ സംഘടനകളിലൂടെ കടത്തിവിട്ട് ആശയ സംഘർഷങ്ങളിലാക്കി പിശാച് വരെ വാക്തത്വത്തിൽ നിന്ന് അകറ്റി ഓടിച്ചു. ഇവരോട് അങ്ങ് പറഞ്ഞത് പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അങ്ങ് നൽകാമെന്ന് പറഞ്ഞ തൊഴിൽ അത് പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പലയിടങ്ങളിൽ പെട്ടുപോയായിരിക്കുന്നു. അങ്ങ് മടക്കി വരുത്തണമേ. വാക്തത്വത്തിലേക്ക് ഇവർ ചെന്നെത്തട്ടെ. എല്ലാ കൺഫ്യൂഷനും മാറിപ്പോകട്ടെ. പ്രാർത്ഥനയെ കൊന്നുകളയുന്ന, ഉപവാസത്തെ നശിപ്പിച്ചു കളയുന്ന, ആത്മീയ ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുന്ന എല്ലാ കൺഫ്യൂഷനും മാറിപ്പോകട്ടെ. ഉറച്ചു നിന്ന് ദൈവിക വിടുതൽ ഇവർ പ്രാപിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ഇവർ പ്രാപിക്കേണ്ടത് പ്രാപിക്കട്ടെ. കുടുംബജീവിതത്തിനകത്ത് വന്ന ആശയക്കുഴപ്പങ്ങൾ മാറിപ്പോകട്ടെ. കലക്കങ്ങൾക്ക് കാരണമായ എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ വെല്ലുവിളികളും വഴി മാറട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. തലമുറകളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി മാനിക്കണമേ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ രോഗികളായെന്ന് കേട്ട് ഭാരപ്പെട്ടായിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ സ്വർഗ്ഗം അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് മാറിപ്പോകട്ടെ. കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന വിസകൾ വരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും പ്രതികൂലങ്ങളും മാറിപ്പോട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ബാധ്യതകളും മാറട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടകളും ജപ്തി നടപടികളും തീർന്നു പോകട്ടെ. സ്വർഗ്ഗമതകനെ ചെയ്യുന്ന കൃപയ്ക്കായി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പം മറക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നിങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. പ്രാർത്ഥിക്കുക. ഉപവാസങ്ങൾ ക്രമീകരിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാപിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഞങ്ങളിലൂടെ ചെയ്തെടുക്കും. നാളെ ദൈവമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.